എല്ലാവർക്കും എൻ്റെ സ്വാഗതം. ഫെബ്രുവരി 5, 2025. ഓക്കെ, ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കോഴ്സിനെ പറ്റി ഇന്നൊന്നും മിണ്ടുന്നില്ല. കാരണം മടുത്തു. കുറേ പേർക്ക് മടുത്തു. അവര് കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടപ്പോൾ അവർ ഭയങ്കര ടെൻഷൻ അടിച്ച് എനിക്ക് മെയിലൊക്കെ വന്ന് കമൻ്റൊക്കെ ഒരു പുള്ളിക്കാരൻ പേടിച്ച് കമൻ്റൊക്കെ കുറേ ഇട്ട്. ഞാൻ കുറ്റം പറയല്ല, എല്ലാവരും അങ്ങനെയാണ്. പേഴ്സണലി ഞാനിത് ഉണ്ടാക്കിയത് ഇവിടുത്തെ ഒരു ആംബിയൻസ് അറിയാൻ വേണ്ടിയാണ്. പിന്നെ താൻ എന്തോ കാണിക്കാൻ ഈ റൂമിൽ ഇരുന്ന് വീഡിയോ എടുത്ത് ചോദിക്കാതായിരിക്കും. മിക്കപ്പോഴും ഈ ജോലിക്ക് പോകുന്ന അല്ലാതെ തിരിച്ചു വന്ന് വീട്ടിൽ ഇരുന്നത് ഈ വ്യൂ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഈ സ്റ്റുഡൻസ് മിക്കവാറും അങ്ങനെയാണ്. ഇന്ത്യൻസും മലയാളീസും മിക്കവാറും അങ്ങനെ. പിന്നെ കുറച്ച് പേര് ഇടയ്ക്ക് ഫുട്ബോൾ കളിക്കാനും ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോകാറുണ്ട്. ഞാൻ ഫുട്ബോൾ പ്രേമി അല്ല. ഫുട്ബോൾ ഇടയ്ക്കൊന്ന് കാണും, ഇടയ്ക്ക് കളിക്കാൻ അടുത്താണെങ്കിൽ പോയി കാണും. അതിനേക്കാളും നല്ല ജിമ്മിൽ പോകുന്നതാണ്. പക്ഷേ ജിമ്മിൽ പോകാനിപ്പോൾ സമയം കിട്ടുന്നില്ല. ഈ എക്സാം ഒക്കെ ആയി കഴിഞ്ഞാൽ ഈ ഒരു ഇരിപ്പാണ്. പിന്നെ വർക്കിന് കിട്ടിയാൽ വർക്ക് പോകും. വർക്ക് എന്തായാലും പോകും. വർക്ക് കിട്ടിയാൽ ഇപ്പം ഫാക്ടറീസ് ഒന്നും ഓപ്പൺ ആവുന്നില്ല. ചേട്ടൻ എപ്പോഴും ഫാക്ടറിയിലാണോ വർക്ക് ചെയ്യണത്? അതെ, ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യണത്. വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇനിയിപ്പം വർക്ക് ചെയ്യുന്ന എവിടെ എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പം വിസ എക്സ്റ്റൻഷൻ എവിടെയെങ്കിലും ജോലി കിട്ടിയാൽ കൊള്ളാം, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ഇപ്പം എവിടെയെങ്കിലും വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അതിനെപ്പറ്റി പറയാം, വീഡിയോ ഇടാം. കുറച്ച് പേര് ചോദിച്ചു ഇപ്പം എങ്ങനെയാണ് കോഴ്സിനെ പറ്റി. ഇനിയിപ്പം ഞാൻ തൽക്കാലം ഒരു മാർച്ച് ഏപ്രിൽ വരെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല. കാരണം കോഴ്സിനെ പറ്റി ഇനിയിപ്പം ഈ എല്ലാവരും ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻസ് ആണ് ഓരോ സ്ഥലത്തോട്ട് പോകുന്നതൊക്കെ. ജർമ്മനിയോ കാനഡയോ ഓസ്ട്രേലിയയോ എല്ലായിടത്തും പോകുമ്പോഴും കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡിസിഷനെ ബാധിപ്പിക്കുന്നില്ല എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് ഇനി അതിനെപ്പറ്റി വീഡിയോ ഒന്നുമില്ല. ഇവിടുത്തെ ഒരു ആംബിയൻസിനെ പറ്റി വീഡിയോ ഇടാം. ഇന്ന് ഞാൻ പറയാൻ വന്നത് ഈ ഒരു വ്യൂ ആയിരിക്കും മിക്കവാറും. അപ്പോൾ അത് അതിനെപ്പറ്റി ആലോചിച്ച് വറിയിടാവണ്ട. പിന്നെ ഒരു 3 മാസം 6 മാസം കൂടുമ്പോൾ ഇടയ്ക്ക് പാർട്ട് ടൈമിന് കിട്ടുന്ന മിച്ചം വരുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൊണ്ട് നമ്മൾ ഇടയ്ക്ക് കറങ്ങാനൊക്കെ പോകും. മിച്ചം വരാതിരിക്കത്തില്ല, പക്ഷെ മിച്ചം ഉദ്ദേശിച്ചത് കുറച്ച് എക്സ്ട്രാ മിച്ചം വരുവാണെങ്കിൽ അത് കൊണ്ട് കറങ്ങാനൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ കറങ്ങാൻ പോയിട്ടുമുണ്ട്. ഇടയ്ക്കൂടെ ഓസ്ട്രിയ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്, ട്രിപ്പ് അടിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ട്രിപ്പ് പോകുന്നതിനെ പറ്റിയോ ഇവിടെ കറങ്ങുന്നതിനെ പറ്റിയോ ടെൻഷൻ ഒന്നും അടിക്കണ്ട. പാർട്ട് ടൈം ഉണ്ടാക്കി സുഖമായിട്ട് പോകും. ലോൺ ഉണ്ടെങ്കിലും അതൊക്കെ അടയ്ക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ നമ്മൾ നോക്കേണ്ട കാര്യം ഇത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും എത്തിപ്പറ്റണം എന്നൊരു ഐഡിയയും വേണം മനസ്സിൽ. അനുസരിച്ച് ഭാഷ പഠിച്ചു തരിക, അതൊക്കെ ഉള്ളൂ. പിന്നെന്താ, ഈ എക്സാമിൻ്റെ സമയമാകുമ്പോൾ RVTL ഒരു വീണ്ടും കോഴ്സിനെ പറ്റിയല്ലേ ഞാൻ പറയണത്. വരുന്നതിലും പറ. ശരി, ജർമ്മനെ പറ്റി പറയാം. എങ്ങനെയിരിക്കുന്നു? ഇന്ന് ജർമ്മൻ ഇവിടെ VHS പഠിക്കുന്നുണ്ട്. ഇപ്പം ലെവൽ 8 ആണ്. ജർമ്മൻ ഇപ്പം എന്നോട് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയത്തില്ല. എനിക്ക് ഈ വാ തുറന്ന് ഇങ്ങനെ ഒരു വീഡിയോയിൽ പറയണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാകത്തില്ല. അതൊരു അല്ല, ഞാൻ അത്രയും കിടിലൊന്നുമല്ല കേട്ടോ. പക്ഷേ കിടിലമല്ല, വലിയ രീതിയിൽ ഒരു കൺവെർസേഷൻ പറയാൻ പറയുമ്പോൾ അത് വരും. അത് അങ്ങനെയാണല്ലോ. ഇപ്പം നമ്മൾ കൊച്ചിലെ ഇംഗ്ലീഷ് പറയുന്ന പോലെ ഇംഗ്ലീഷ് കുറച്ച് ആൾക്കാർ നാണമാണ് പറയാൻ. അത് പറ്റത്തില്ല. കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ എനിക്ക് നാണമാണ്. പക്ഷേ അത് ഞാൻ ക്ലാസ്സിൽ പോയി തെറ്റിച്ച് പറഞ്ഞോളാം. തൽക്കാലം A2 ഇപ്പോൾ A2 ആണ് പഠിക്കുന്നത്. VHS ലേവൻ കഴിഞ്ഞു. 330 യൂറോ ആണ് കേട്ടോ ആഹലിലെ VHS പഠിക്കാൻ. സ്റ്റുട്ട്ഗാർട്ടിലെ VHS പഠിക്കാൻ വേറെ പൈസയാണ്. അവിടെ A1.1 A1.2 ഉണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റിയിലും ഉണ്ട് അങ്ങനെ. പക്ഷെ യൂണിവേഴ്സിറ്റിയിൽ പൊതുവെ അങ്ങനെ ആരും പഠിക്കാൻ പോകാറില്ല. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ VHS പോയി പഠിക്കുന്നതായിരിക്കും നല്ലത്. വേറെ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, പക്ഷെ VHS വിശ്വസിക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. കാരണം കുറേ പേരോട് പഠിക്കാൻ വരുന്നുണ്ട്, അതിൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. പിന്നെ ചിലവരൊക്കെ A1 പോയി പഠിച്ചിട്ട് A2 ലെവലാണെന്ന് പറയുന്നവരൊക്കെ ഉണ്ട് നാട്ടിലത്തെ. അപ്പോൾ പിന്നെ അതൊരു നല്ലതാണ്, സംസാരിക്കാൻ കിട്ടുന്നുണ്ട്. പിന്നെ നീണ്ട കോഴ്സാണ്, 3 മാസമൊക്കെയാണ്. അപ്പം ആഴ്ചയിൽ 5 ദിവസമുള്ള എടുക്കണ്ട, ആഴ്ചയിൽ 3 ദിവസമൊക്കെ ധാരാളമാണ്. അത്രയും ചില ലെക്ചേഴ്സൊക്കെ പയ്യെയാണ് എടുക്കുന്നത്. ചിലവരൊന്നും ഈ പയ്യെ എടുക്കുന്ന കണ്ടിട്ട്
ഇവരെന്താ പഠിപ്പിച്ച് തീർക്കാത്തതെന്ന് പറഞ്ഞ് മട്ടിലേ വരാറില്ല. പക്ഷെ പിന്നെ അവർ വരത്തേയില്ല. അങ്ങനെ ചെയ്യാതെ പതുക്കെ സമയമെടുത്ത് സാധനം പഠിക്കേണ്ടതാണ് ഭാഷ. അത് ധൃതി വെക്കണ്ട. പയ്യെ നാട്ടിലൊക്കെ കോഴ്സൊക്കെ ചടപടേ പഠിപ്പിച്ചു പോവുക. കാരണം ഞാൻ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ സമയമെടുത്ത് പഠിക്കുക. അത് ഗുണകരമേ ആവത്തുള്ളൂ. എത്ര സമയം പോയാലും ഗുണകരമേ ആവത്തുള്ളൂ. ഇവിടെ നിൽക്കാനാണേൽ, അല്ലെങ്കിൽ നിൽക്കാനാണെന്ന് വെച്ചാൽ ഇവിടെ കോഴ്സ് കഴിയുന്നവരെ നിൽക്കാനാണേൽ. മനസ്സിലായല്ലോ അല്ലേ? അപ്പം കോഴ്സ് കഴിയുന്നവരെ നിൽക്കാനാണേൽ ഇവിടെ ജർമ്മൻ വേണം. അല്ലെങ്കിലും ജർമ്മൻ വേണം സർവൈവ് ചെയ്യണേൽ. അപ്പോൾ ജർമ്മൻ പഠിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെന്താ, ജർമ്മൻ കഴിഞ്ഞു. ജർമ്മനെ പറ്റി പറഞ്ഞ് മടുത്ത്. അതും പറഞ്ഞ് മടുത്തൊരു ടോപ്പിക്കാണ്. ഒരു സ്മാർട്ട് ക്യാമറ വാങ്ങിക്കണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം മറ്റേ ക്രിപ്റ്റോയിലിട്ടിരുന്ന കുറച്ച് പൈസ ഞാൻ വിറ്റു. പക്ഷെ അത് വിറ്റിട്ട് ഞാൻ സത്യം പറഞ്ഞ നാട്ടിൽ ആ പൈസ കുറച്ച് കൊടുത്തിട്ട് അത് സ്റ്റോക്കിലങ്ങ് വിറ്റു. വെറുതെ എന്തിനാ വീണ്ടും അത് ക്രിപ്റ്റോ ആയിട്ട് നഷ്ടം കളിക്കുന്നതെന്ന് വിചാരിച്ചു. പക്ഷെ ആ ആ 80 യൂറോ ലാഭം വന്നത് എനിക്ക് 3 തട്ടിയേക്കായിരുന്നു. എത്ര 200 ഇപ്പം അത് ഞാൻ 24,000 കോയിൻ വാങ്ങിച്ചു. അത് 0.005 1 സെന്റിന്റെ പകുതിയായിരുന്നു അപ്പോൾ. എന്നിട്ട് അതിപ്പം 3 സെന്റായി. അപ്പോൾ 3 ഇരട്ടി കിട്ടിയേനെ. അപ്പോൾ എത്രയായിരുന്നു? ഞാൻ 200 രൂപയ്ക്ക് വാങ്ങിച്ചതാ, 200 യൂറോയ്ക്ക് വാങ്ങിച്ചതാ. അപ്പോൾ 400ഉം 600ഉം 600 കിട്ടിയേനെ. എനിക്ക് ക്യാമറ വാങ്ങിക്കായിരുന്നു ഞാൻ. പിന്നെ നമുക്ക് അത് അത് പോട്ടെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ പിന്നെ എപ്പോഴേലും നോക്കാം. ഞാൻ ഇട്ട ഇതൊന്നും ഞാൻ പറയത്തില്ല. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞോ എനിക്കറിയില്ല. കാപ്പി കുടിക്കാൻ പറ്റത്തില്ല, അത് വലിയ പ്രശ്നമാണ്. കാരണം തല വേദനിക്കും. ഈയിടെയായിട്ട് കാപ്പി അധികം കുടിയായണ്ടേ. വീഡിയോ ഉണ്ടാകുന്ന നേരത്തെല്ലാം കാപ്പി കുടിയാണ്. പിന്നെ എങ്ങനെ ചെയ്യാൻ? അപ്പോൾ ഇപ്പം ഇത് അപ്പുറത്തെ റൂം മേറ്റ് തന്നെ, അവൾക്ക് കുടിക്കാൻ വയ്യാന്ന് പറഞ്ഞു. പുള്ളിക്കാരി നൈജീരിയ എന്നുള്ള ആള്. ഇവിടെ ഡോമിൽ 9 പേരുണ്ട്. ഇത് ഞാൻ താമസിച്ച റൂമിൽ ജർമ്മൻ്റെ ആണ്. അപ്പുറത്ത് താമസിക്കുന്ന എൻ്റെ ഇപ്പുറത്ത് താമസിക്കുന്ന ഒരു കർണാടകക്കാരനാണ്. പുള്ളിയും കോഴ്സൊക്കെ തീർത്തു. പിന്നെ ബാക്കിയുള്ളത് ഒരു റഷ്യക്കാരി ഉണ്ടായിരുന്നു, റഷ്യക്കാരി പോയി. പിന്നെ ഉള്ളതാരാ? പിന്നെ വേറൊരു ഇന്ത്യൻ 2004 ബട്ട് പുള്ളി ഇപ്പം നാട്ടിലാണ്. വെക്കേഷന് പോയതെന്ന് തോന്നുന്നു. വെക്കേഷൻ പോയതാണ്. പുള്ളിക്കാരൻ സബ്ലൈറ്റിലാണ്. പുള്ളിക്കാരൻ്റെ മെയിൻ ആളും ഇന്ത്യനാണ്. പുള്ളി ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്യുന്നു. ബാക്കിയുള്ളവരും രണ്ട് നൈജീരിയ, ഒരു ക്യാമറൂണും ഉണ്ട്. ആ ക്യാമറൂണുള്ള പുള്ളിക്കാരൻ ഇപ്പം കോഴ്സ് തീർത്ത് പോവാന്ന് തോന്നുന്നു. സെപ്റ്റംബറിലാന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിവിടെ ഇപ്പം സബ്ലെറ്റ് താമസിക്കുകയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം ഇതെൻ്റെ 4ാമത്തെ സബ്ലെറ്റാണ്. വിസ അപ്പോയിൻമെൻറ്റ് കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ല, അതൊരു പ്രശ്നമല്ലെന്ന് തോന്നുന്നു. 8-ാം തീയതിയാണ് സിറ്റി രജിസ്ട്രേഷൻ, 17-ാം തീയതിയാണ് വിസ അപ്പോയിൻമെൻറ്റ്. പിന്നെന്താ, എലക്ഷൻ വരുവാണ്. പൊതുവേ നമ്മുടെ നാട്ടിലൊക്കെയാണ് എലക്ഷൻ ആണ് ഇപ്പം ഭയങ്കര ബഹളമൊക്കെ. പക്ഷെ ഇവിടെ അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. ബുണ്ടസ്റ്റാഗിൻ്റെ എലക്ഷനാണ്. എൻ്റെ ജർമ്മൻ പുള്ളിക്കാരനത് വന്നു. ഇത് കാണിക്കാൻ വെക്കുമോ എന്തോ, എന്താ പറയുന്നത്, ഇലക്ട്രോണിക് സാധനങ്ങളാണ്, കാണിക്കണ്ട. ഇനിയിപ്പോൾ എനിക്ക് അത് അവർക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാമെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞു പൊട്ടിച്ചൊരു ഫോട്ടോ കഴിക്കാൻ പറഞ്ഞു. അവരവരുടെ കാര്യങ്ങൾ ചെയ്യട്ടെ. ഞാനൊന്നും കാണിച്ചില്ല. ഇങ്ങനെ പോസ്റ്റിലാണ് അവർക്കെല്ലാം വരുന്നത്. അപ്പോൾ അവരിനി അത് പോയി വോട്ട് ചെയ്യോ ഇല്ലെങ്കിൽ അന്ന് പോയി ചെയ്താലും എങ്ങനെയായാലും കുഴപ്പമില്ല. പിന്നെ പെനി അൽഡി റവേലൊക്കെ പോയി ഒരു വീഡിയോ എടുക്കണമെന്നുണ്ട്. എൻ്റെ ഊപ്പ ഫോൺ ആയതുകൊണ്ട് ഞാൻ അത് വീണ്ടും പറയുന്നുണ്ട്. ഊപ്പ ഫോൺ ആയതുകൊണ്ട് ഇതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന് പോയാൽ കൊള്ളായിരുന്നുണ്ട്. പക്ഷേ അതൊരു അടുത്ത ദിവസത്തേക്ക്. നിങ്ങൾക്ക് ഇവിടത്തേനെ പറ്റി മോൺ ഷോ പോകണമെന്നുണ്ട്. ഇവിടെ ഞാൻ വേറെ ജർമ്മനിയിൽ തന്നെ എവിടെയൊക്കെയോ പോയിട്ടുണ്ട്. സ്റ്റട്ട്ഗാർട്ടിൽ പോയിട്ടുണ്ട് ന്യൂ ഇയറിന്. പിന്നെ അതിന് മുന്നേ എവിടെയാണ്, മാഗ്ഡബർഗിൽ പോയിട്ടുണ്ട്. അവിടെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ പോയി ഹാംബർഗ് പോകണമെന്നുണ്ട്. ഹാംബർഗും ബെർലിനിലൊരു ദുബായിൽ പഠിച്ച ഞാൻ 10th ദുബായിലായിരുന്നു. അപ്പോൾ അവിടെ ഒരു ദുബായിൽ പഠിച്ച ഒരു ഫ്രണ്ടുണ്ട്. പുള്ളി ഇവിടെ ആയിരുന്നു തോന്നുന്നു 12th എനിക്ക് അറിഞ്ഞൂടാ. പുള്ളി ഒന്ന് കാണാൻ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നെ പോകാൻ പറ്റിയില്ല.
ന്യൂ ഇയറിന് പോകുമെന്ന് വിചാരിച്ചു, പക്ഷേ ന്യൂ ഇയറിന് സ്റ്റഡ്ഗാർഡിൽ ഒരു വിളി വന്നു, സ്റ്റഡ്ഗാർഡിൽ പോയി എന്നൊക്കെ പറയാനുള്ളൂ. ജർമ്മൻ പഠിക്കാതെ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ജർമ്മൻ പഠിക്കാനുള്ള മടിയിൽ ഞാൻ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഈ വീഡിയോ ഇടും. ഞാൻ 2 വീഡിയോ റെക്കോർഡ് ചെയ്തു. ഒരു വീഡിയോ കുറച്ച് കോഴ്സിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. ഈ സ്റ്റുഡൻറ്റ് അസിസ്റ്റൻറ്റ് ഹിവി ജോബ്സിനെ കിട്ടാൻ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തതാണ്. നിങ്ങൾക്കത് കേൾക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് കേൾക്കാൻ താല്പര്യം. ഇത് ടാക്റ്റിക്കാണ് കേട്ടോ, ഞാനിത് ഈയിടെ പഠിച്ചതാണ്. ഈ ആൾക്കാരെ കൊണ്ട് കമൻറ്റ് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ഇടാനുള്ള പരിപാടി പുല്ലെന്ന് വെച്ചാൽ ഈ കാലത്ത് എല്ലാ എണ്ണത്തിനും യൂട്യൂബ് കൊണ്ട് കുറ്റം പറയല്ല, യൂട്യൂബ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഞാനിപ്പം ചുമ്മാ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ യൂട്യൂബ് കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും വിചാരിച്ചു ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന്. നിങ്ങൾ ഇവിടെ വന്നിട്ട് അത് പരിപാടി ചെയ്തോ. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും ഒരു ഇത്, കാരണം ഇപ്പോൾ ഉള്ള 9 എനിക്കെന്ത് 2 എൻ്റെ അക്കൗണ്ടാണ് 2 എൻ്റെ അക്കൗണ്ടാണ്. ഇതിൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കുക. നിങ്ങളൊരു കമൻറ്റ് ഒരു ലൈക്കോ എന്തെങ്കിലും ഇടും. ഞാൻ ലൈവ് ഇടയ്ക്കൊന്ന് ഇടും, പക്ഷേ വെനസ്ഡേ ഒന്ന് പറ്റിയല്ല. വെനസ്ഡേ നല്ല ദിവസമല്ല. ഫ്രൈഡേയോ സാറ്റർഡേയോ ഇടാം. ഫ്രൈഡേ സാറ്റർഡേ മൺഡേ സൺഡേ ടു വെനസ്ഡേ ഫുൾ പാക്കാണ്. ഇന്ന് ആണ് കുറച്ച് റിലാക്സേഷൻ കിട്ടുന്നത്. പണിയെടുക്കുന്നില്ലെങ്കിലും അത് ഞാൻ പറയാം, വേറെ വീഡിയോ ഇടാം. ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, അതിനെപ്പറ്റിയൊക്കെ ഇടാം. വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, അയ്യോ അപ്പോൾ ചേട്ടാ വർക്ക് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞില്ലേ. അതിപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ഒരു ലൈക്ക് ഇടുവാണെങ്കിൽ എനിക്കറിയാൻ പറ്റും, എന്നിട്ടേ ഞാൻ എടുത്തുള്ളൂ. ഫ്രീ കണ്ടന്റ് ആണ് ഇതൊക്കെ, അറിഞ്ഞിരിക്കേണ്ടതാണ്. ഞാൻ ഇവിടെ വരുന്നതിന് മുന്നേ സ്വന്തമായിട്ട് റിസർച്ച് ചെയ്തതാണ്. അത് നിങ്ങൾക്കും കിട്ടും, വലിയ പാടൊന്നുമില്ല. ഇവിടെ ഉള്ളവർക്കും അറിയാം, ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയത്തുള്ളൂ ഇങ്ങനെയൊക്കെ ചെയ്യാമോ, ഇങ്ങനെയൊക്കെ ചെയ്യാം, നേരത്തെ ചെയ്യുക. താല്പര്യമുള്ളവർ ഇതുപോലത്തെ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ എന്നെ ഇമെയിൽ അയച്ചാലും മതി. ഞാൻ പേഴ്സണലി ഇമെയിൽ അയക്കുന്നവർക്കെല്ലാം ഞാൻ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഇമെയിൽ അയക്കുന്നവർക്ക് എല്ലാവർക്കും ഒന്ന് മെയിൽ അയച്ചാൽ മതി, ഫുൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അയച്ചു തരാം. പക്ഷെ അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ഇടുക ദൈവത്തെ ഓർത്ത്. കാരണം വേറെ എന്തെങ്കിലും കാണാൻ താല്പര്യം, വീണ്ടും പറയാം, വേറെ എന്തെങ്കിലും കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. കാരണം എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഈ വ്ലോഗിങ് ഇതൊക്കെ ഇപ്പം ഒരു യുണീക്നെസ് ഇല്ല. പിന്നെ എൻ്റെ റൂമൊക്കെ വേണേൽ കാണിച്ച് അൺയൂണീക്ക് ആക്കാം. ബാക്കി കാണുന്നവരെല്ലാം വീഡിയോ എല്ലാം റൂമെല്ലാം അടിപൊളിയായിരിക്കും. എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നീ ഇങ്ങോട്ട് നീ പൈസ തരും. കാരണം രാവിലെ പോയിട്ട് തിരിച്ചു വരുന്നതാണ്. എനിക്ക് പിന്നെ ഈ ഹോംവർക്കും ചെയ്യാറുണ്ട്. റൂം അത്രയും വൃത്തിയിടൊന്നും അല്ല, എന്നാലും ഞാൻ കാണിക്കൂല. ഓക്കെ, അപ്പോൾ ശരി, എന്നാൽ അടുത്ത വീഡിയോ കാണാം.